ശരി, ഇപ്പോൾ ദീദി ദാമോദരൻ നമുക്കൊപ്പം ചേരുന്നു. ദീദി ദാമോദരൻ, വെരി ഗുഡ് മോർണിംഗ് ദീദി. മോർണിംഗ്. സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു, എന്താണ് പ്രതികരണം? ഈ നിയമവ്യവസ്ഥയ്ക്ക് അത് തങ്ങൾക്കും ബാധകമാണ് എന്നും പിന്നെ ഇതില് ഒരു സംഘടനയുടെ നേതാവ് പാലിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്നുള്ളത് വൈകിട്ടാണെങ്കിൽ പോലും ഒരു മാതൃകാപരമായിട്ട് ഒരാൾ ചെയ്തത് കാണുമ്പം നമുക്ക് ഒരു ആശ്വാസമുണ്ട്. പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നതിലാവട്ടെ, ഇതുവരെ ഈ ഡേറ്റ് വരെ എത്തി നിൽക്കുന്നതിലാവട്ടെ, എന്താണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന ചോദ്യം ചരിത്രത്തിൽ നിലനിൽക്കും എന്ന് ഗവൺമെന്റ് ആലോചിക്കുന്നത് നല്ലതാണ്. റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ സർക്കാർ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. ഇപ്പോ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആരെങ്കിലും നേരെ ഇപ്പോഴും മന്ത്രി വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് ഡിഫെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് ഒരു ആരോപണത്തിന്റെ പേരിൽ ആരും ഇറങ്ങിപ്പോവുകയോ ശിക്ഷാ നടപടി എടുക്കുകയോ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി എന്ത് നടപടി എടുത്തു എന്ന ചോദ്യം അവിടെ നിലനിൽക്കും. ഇപ്പോഴും നമ്മൾ കാണുന്നത് സിദ്ദിഖ് എന്ന നടൻ വളരെ കൃത്യമായിട്ട് ഒരു പൗരബോധമുള്ള ആള് എന്ന പോലെയും സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആള് എന്ന പോലെയും ഒക്കെ കൃത്യമായിട്ട് ആ സ്ഥാനത്തിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണോ അത് അദ്ദേഹം ചെയ്തു. ബാക്കി കാര്യങ്ങൾ പിന്നീട് ഫേസ് ചെയ്തോളാം എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണല്ലോ ഓരോ പൗരനും ചെയ്യേണ്ടത്. അത് ചെയ്തത് കാണുന്നതിൽ നമുക്ക് ആശ്വാസമുണ്ട്. നിയമം എല്ലാവർക്കും ബാധകമാണ് എന്ന് അറിയാൻ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആശ്വാസമുണ്ട്. ഒരു കാര്യം കൂടി ദീദി, ഇതൊരു താരസംഘടന, ഒരു സ്വകാര്യ സംഘടനയാണ്. പക്ഷേ ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഘടനയല്ലല്ലോ. അപ്പോൾ ആ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് സമാനമായ രീതിയിൽ ലൈംഗികാരോപണം നേരിട്ട ഒരാൾ തുടരുന്നു എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് നീതീകരിക്കാൻ കഴിയുക? രാജി ഉടൻ തന്നെ വേണ്ടേ? അത് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ സ്വയം എക്സ്പോസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ മൗനം പാലിക്കുന്നവരുടെ മൗനങ്ങളൊക്കെ എത്ര ലൗഡാണ്, എന്ത് വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നും ഒക്കെ ഇപ്പൊ നമുക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതും ആ കോടതി വിധിയിൽ പറഞ്ഞതുപോലെ അത് മീഡിയയും പൊതുജനവും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് ഉള്ളത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മുമ്പിൽ. അത് തന്നെയാണ് അതിന് വേണ്ട, അനിവാര്യമായിട്ടും വേണ്ട ഒരു റിസൾട്ട് തന്നെയാണ് നമ്മളിപ്പോ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീദി, ഒരു കാര്യത്തിൽ WCCയുടെ പോരാട്ടം ഫലം കണ്ടു തുടങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയായി സിദ്ദിഖിന്റെ ഈ പടിയിറക്കത്തെ കാണുന്നുണ്ടോ? കാരണം 2019 ഇതേ യുവനടി ഫേസ്ബുക്കിൽ മീറ്റു കുറിപ്പിടുമ്പോൾ വലിയ ചർച്ചകളൊക്കെ അന്ന് ഉണ്ടായി വന്നെങ്കിലും വളരെ പെട്ടെന്ന് അത് കെട്ടടങ്ങി. ആ യുവനടൻ അതിനുശേഷമാണ് താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന വൈരുദ്ധ്യമുണ്ട്. ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന പശ്ചാത്തലത്തിലെ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ AMMA എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അതേ നടന് രാജിവെച്ചൊഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. ആ അർത്ഥത്തിൽ WCC നടത്തിയ പോരാട്ടം ഫലം കണ്ടു തുടങ്ങുന്നു എന്നാണോ WCCയുടെ ഒരു നിലപാട്? WCC മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, സെക്ഷൽ ഹാരസ്മെന്റ് മാത്രമായിരുന്നില്ലല്ലോ നമ്മളുടെ കൺസേൺ. മറ്റു ഒരു കാര്യങ്ങളെ പറ്റി പറയാതിരിക്കുകയും ഇപ്പൊ പോലും സർക്കാരിന് ഒരു ഉത്തരവ് ഇറക്കേണ്ടതേ ഉള്ളൂ. ആ സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ അത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. അതില്ലെങ്കിൽ ഒരു സെറ്റിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ ഈ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കോടതിയിൽ പോയി തെളിയിക്കേണ്ട കാര്യമില്ല. അത് നടക്കാതെ അതുകൂടെ നടക്കുമ്പോൾ മാത്രമേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എൻ്റെ റെക്കമെൻഡേഷന്റെ യഥാർത്ഥ ഫലം കാണൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി രഞ്ജിത്ത് രാജിവെക്കുക എന്നുള്ളതാണ് പൊതുവേ ഇപ്പോൾ ഉയരുന്ന വലിയ സമ്മർദ്ദം. നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് രാജി ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഇത്രയും വൈകിക്കേണ്ടായിരുന്നു അല്ലേ? കാരണം മുന്നണിയിൽ തന്നെ വ്യത്യസ്ത ശബ്ദങ്ങൾ വന്നു കഴിഞ്ഞു. CPI തന്നെ പറഞ്ഞത് കാര്യങ്ങൾ ഇത്രയും വഷളാക്കേണ്ടിയിരുന്നില്ല, നേരത്തെ തന്നെ രാജി ആവശ്യപ്പെടാമായിരുന്നു, രാജിവെച്ചൊഴിയാമായിരുന്നു. ഇപ്പോൾ സിദ്ദിഖ് ചെയ്തതുപോലെ എല്ലാവരും നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഡോക്ടർ അരുൺ നമുക്ക് പറയാനുള്ളത്. എല്ലാവരും സ്വയം എക്സ്പോസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. ദശാസന്ധിയാണ്. അവിടെ എല്ലാവരും സ്വയം എക്സ്പോസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. എവറിത്തിങ് ഇസ് ഓപ്പൺ, ഒക്കെ അണ്ടർ സർവൈലൻസ് ആണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുക. ഓരോരുത്തരും വേട്ടക്കാരുടെ ക്രൂരത എത്രത്തോളം ഉണ്ടെന്ന് ആ യുവനടി പ്രതികരിച്ചപ്പോൾ നമ്മൾ കേട്ട ശബ്ദമുണ്ടല്ലോ. അതായത് ഈ പീഡിപ്പിച്ചതിന് ശേഷം, ആക്രമിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് പറയുകയാണ്, എനിക്ക് വൈവിധ്യമുള്ള ഭക്ഷണമാണ് ഇഷ്ടം എന്ന് പറയുന്ന ഒരാളാണ് ഈ താരം എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്ന ഒന്നാണ്. അത് ആ യുവതി തന്നെ നേരിട്ട് പറയുമ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്രയും ക്രൂരമായി ചിന്തിക്കുന്ന മാനസികാവസ്ഥയുള്ള ആളുകൾ ആ സംഘടനയുടെ തലപ്പത്ത് തിരഞ്ഞെടുക്കപ്പെടാനിടയാവുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അത് നമ്മളെ ഭീതിപ്പെടുത്തുന്നില്ലേ? നമുക്ക് അറിഞ്ഞ കഥകളും അറിയാത്ത കഥകളും
പറയാത്ത കഥകളുമായിട്ട് കുറേ ഉണ്ടല്ലോ. പറയാൻ പറ്റുന്നത് പോലും എത്രയും വലിയ ട്രോമ അതിജീവിച്ചിട്ടായിരിക്കും. പറയാൻ പോലും പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്. ഇതൊരു റിയാലിറ്റി ആണ് എന്ന് ആർക്കാണ് അറിയാതിരുന്നത്? ഇപ്പോഴെങ്കിലും അത് വെളിച്ചത്ത് വരുന്നു എന്നുള്ളതും, ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിനിമയിൽ മാത്രമാണോ എന്നുള്ള ചോദ്യത്തിന് അത് എവിടെയാണെങ്കിലും അവരൊക്കെ നിയമപരമായിട്ട് എന്തൊക്കെയാണോ അവർ നേരിടേണ്ടത് അത് അവർ നേരിട്ടല്ലേ മതിയാവൂ. ഇതിലും അത്ര തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അവരൊക്കെ ഇതിന്റെ തെളിവുകൾ അന്വേഷിക്കും. കോടതിയിൽ ഇതിന്റെ പര്യവസാനം എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. ഇതില് WCCക്ക് പറയാനുള്ളത് ഇത് കൂടാതെ വേറെയും കാര്യങ്ങളുണ്ട്. സെക്ഷൽ ഹാരാസ്മെന്റിലേക്ക് മാത്രം കാര്യങ്ങളെ ഒതുക്കി നിർത്തുന്നത് ശരിയല്ല. ശരിയാണ്. ഒരു കാര്യം കൂടി ദീദി, ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ ഒരുപാട് ഭാഗത്ത് വരുന്നു. പക്ഷേ അപ്പോഴും ദീദി പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്റ്റേറ്റിൻ്റെ ഒരു ഇൻസെൻസിറ്റിവിറ്റി, ഇന്നത്തെ എല്ലാവരും എക്സ്പോസ്ഡായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാനൊന്ന് തുറന്ന് ചോദിച്ചോട്ടെ, ദീദിക്ക് ഇത് പറയാൻ കഴിയുമെങ്കിൽ നമുക്കതിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് മനസ്സിലാവുന്നു. കാര്യം WCCക്കൊപ്പം തന്നെയാണ് റിപ്പോർട്ടറിൻ്റെ എഡിറ്റോറിയൽ നിലപാടും. ഈ മൊഴി കൊടുത്തവരിൽ പോക്സോ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതായിട്ട് ദീദി കണക്കാക്കുന്നുണ്ടോ? എനിക്കറിയില്ല അതിന്റെ സ്വകാര്യ. അല്ല, തീർച്ചയായിട്ടും അത് അറിയാൻ കഴിയില്ല. അങ്ങനെ അറിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. എനിക്കതിൻ്റെ നിയമവശം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ കരുതുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്, അറിഞ്ഞോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇല്ല, അത് നമ്മൾ അതിനെ പറ്റി സംസാരിക്കരുത് നമുക്ക് ഡയറക്ഷൻ ഇല്ലേ? നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ. അതിന്റെ സ്വകാര്യത നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതില്ലേ? അത് ചെയ്തു. കാരണം എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടന്നേക്കാം, അത്രമാത്രമേ സാധ്യമാവുന്നു. ഞാൻ മനസ്സിലാക്കിയതാണ്. കാരണം ഇതിൽ അവർ പറയുന്നൊരു ന്യായം ഇതാണ്: ഈ മൊഴി കൊടുത്തവരുടെ പേര് വിവരങ്ങൾ റിപ്പോർട്ടിലില്ല. അപ്പോൾ ആരോടാണ് ഞങ്ങൾ ചോദിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഇന്നലെ ചോദിച്ചത്. എനിക്ക് തോന്നുന്നത് അതിന് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഇല്ലേ ഇവിടെ? അവരുടെ മുമ്പിലല്ലേ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്? പക്ഷേ റിപ്പോർട്ടിൽ ഇല്ലല്ലോ, പേരില്ലല്ലോ. ഒരു മൊഴി കൊടുത്ത ആളുടെയും പേരില്ലല്ലോ. ആരോട് ചോദിക്കും? അതെ, ഞാൻ പറയുന്നത് അതിലേക്ക് നമ്മൾ അങ്ങനെ അകത്തേക്ക് പോകേണ്ടതുണ്ടോ? അവർക്ക് അവരെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്, പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും നമ്മൾ അവരെ കൂടുതൽ ട്രോമയിലേക്കാണ് വലിച്ചഴിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ ഒരു സംശയം. അതാണ് ദീദി, ഞാൻ സംശയം തീർക്കാൻ ചോദിച്ചത്. അതിനകത്തൊരു പോക്സോയ്ക്കുള്ള സാധ്യതയുണ്ടെങ്കിൽ സർക്കാരിന് ഇങ്ങനെ പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നോട് തിരിച്ചു ചോദിച്ച ചോദ്യം ഇതാണ്: പോക്സോ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റിസ് ഹേമ തന്നെ പ്രതിക്കൂട്ടിലാവില്ലേ എന്നാണ്. ഹേമ തന്നെ ആദ്യം പോലീസിനെ അറിയിക്കേണ്ടതെന്നാണ്. അതെ, ഉത്തരവാദിത്തപ്പെട്ട, എനിക്ക് അത്തരം നിയമപരിജ്ഞാനം നമ്മളെക്കാളും കൂടുതലുള്ളവരുണ്ടല്ലോ. അവരൊക്കെ ആക്ട് ചെയ്യട്ടെ എന്നാണ് ഇതിൽ. അതുകൊണ്ടാണ് എനിക്ക് കമന്റ് ചെയ്യാൻ. മനസ്സിലായി ദീദി. കാര്യം ഇത് ഏത് ഘട്ടമാണ്, നമ്മൾ ഇനി മുന്നോട്ട് എങ്ങനെയാണ്? കാര്യം സർക്കാർ ഇങ്ങനെ നിൽക്കുന്നു, ഒരു ഭാഗത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അടക്കം രാജിവെക്കാത്ത നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. സിദ്ദിഖ് രാജിവെച്ചു, അതൊരു തുടക്കമേ ആവുന്നുള്ളൂ എന്നാണ് നമ്മൾ കരുതുന്നത്. താങ്ക് യു ദീദി. പറഞ്ഞതുപോലെ ഇത് ലൈംഗിക ചൂഷണത്തിന് മാത്രം കഥയല്ല, തൊഴിലിടങ്ങളിലെ അവകാശത്തിൻ്റെ ലംഘനത്തിൻ്റെ റിപ്പോർട്ട് കൂടിയാണ് ഇത് എന്നത് പ്രേക്ഷകർ മനസ്സിലാക്കണം, സർക്കാരും അത് മനസ്സിലാക്കണം. താങ്ക് യു ദീദി.